കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകളെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയമവിരുദ്ധമായ ഈ അക്കൗണ്ടുകളുടെ വിവരം ED RBIക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനകാര്യ മന്ത്രാലയത്തിനും വിവരം കൈമാറിയിട്ടുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, RBIക്ക് അടക്കം കൈമാറിയിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും. ഇതിൽ ഈ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും പറയുന്നുണ്ട്. എത്ര അക്കൗണ്ടുകളുണ്ട്, ഇതിൽ ഏത് രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് നടന്നിട്ടുള്ളത്, ആ വിവരങ്ങൾ കൂടി ED നൽകിയിട്ടുണ്ടോ? തൃശൂർ ജില്ലയിലെ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കേണ്ടതാണ്. എന്നാൽ CPM കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് EDയുടെ കണ്ടെത്തൽ. അങ്ങനെ ഈ അംഗത്വമില്ലാത്ത CPM എടുത്തിരിക്കുന്ന ഈ അക്കൗണ്ടുകൾ അവയാണ് ഇപ്പോൾ അത് ഈ ചട്ടവിരുദ്ധമായിട്ടാണ് അത്തരം അക്കൗണ്ടുകൾ തുറന്നിരിക്കുന്നതെന്നാണ് ED ഇപ്പോൾ ഈ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ എടുത്തിരിക്കുന്ന ഈ 5 അക്കൗണ്ടുകളിലൂടെയാണ് പാർട്ടി ഫണ്ട്, ലഭ്യ സംഭാവന എന്നിവ സ്വീകരിക്കുന്നതെന്നും പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങുന്നതിന് പണം നൽകുന്നതെന്നുമാണ് ED വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ തൃശൂർ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികൾ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഒന്നും തന്നെ പാർട്ടിയുടെ വാർഷിക ബാലൻസ് ഷീറ്റിൽ, അതായത് വോട്ട് ചെയ്തിരിക്കുന്ന വാർഷിക ബാലൻസ് ഷീറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് ED വ്യക്തമാക്കുന്നത്. 2023 മാർച്ചിൽ പാർട്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റിൽ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇല്ല എന്നാണ് ED ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനുവരി 16 അയച്ചിരിക്കുന്ന കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗരേഖ പ്രകാരവും ഈ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരവും ഈ പാർട്ടിക്ക് ലഭിക്കുന്ന എല്ലാ പണങ്ങളും അവരുടെ അക്കൗണ്ടുകളും ഒക്കെ വെളിപ്പെടുത്തേണ്ടതായുണ്ട്. അതൊക്കെ ഈ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായാണ് ഉള്ളത്. പക്ഷേ CPM ആകട്ടെ അവരുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ മാത്രമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അക്കൗണ്ടുകളിലൂടെയുള്ള വെളിപ്പെടുത്താത്തത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗരേഖയുടെയും ലംഘനമാണോ എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ ബാങ്ക് ലോൺ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ക്രമക്കേടുകളെ സംബന്ധിച്ചും ED വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മുൻ മന്ത്രി AC മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം ബിനാമി ലോണുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങൾ അറിയാതെ അവരുടെ വസ്തുക്കൾ ഈടുവെച്ച് മറ്റുള്ളവർക്ക് ലോൺ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ED ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരേ വസ്തു വെച്ച് വ്യത്യസ്ത ലോണുകൾ നൽകുകയും വസ്തുവില പെരുപ്പിച്ച് കാണിച്ചുള്ള ലോണുകൾ നൽകുകയും അങ്ങനെ വിവിധ തരം ക്രമക്കേടുകളാണ് ഈ കരുവന്നൂർ ബാങ്കിൽ നടന്നിരിക്കുന്നതെന്നും ED തങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ച ഈ കരുവന്നൂർ ബാങ്ക് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ED ജനുവരി 16 തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ RBIക്കും കേന്ദ്ര ധനകാര്യ ബാലഗോപാലാണ് വിവരങ്ങൾ